മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനനെയാണ് ആദ്യം കാണിക്കുന്നത്. മുത്തശ്ശിയുടെ കൈ കുഴമ്പൊക്കെ ഇട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പ് അപ്പം ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ആഗ്രയിൽ പോയിട്ടുണ്ടോ മോളെ എന്ന് ചോദിക്കും. ഞാനോ? ഇല്ല. മുത്തശ്ശി പോയിട്ടുണ്ടോ? ആ, ഒരിക്കൽ ഗംഗാധരൻ്റെ ഭാര്യ പ്രസവിച്ച് കിടന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പോയിട്ടില്ല. ഓ, അപ്പോഴാണോ വൈജ മേഡം അവിടെ പോയിരുന്നത്? അതിന് ശേഷമാണ് വൈജ പോയി അവിടെ നിന്നത്. അവൾ ആഗ്രയിൽ പോയി പഠിച്ച കാര്യം നിന്നോട് ആര് പറഞ്ഞു എന്ന് പറയും. മനുവേട്ടൻ. വേറെ മനുവിന് എങ്ങനെ അറിയാവോ മറ്റുള്ള കാര്യം? വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. വേറെ എന്ത് പറയാൻ? എന്താ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് ചോദിക്കും. വല്ല സ്നേഹമോ ഇഷ്ടമോ പ്രേമോ പൊടി അവിടുന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്ന് പറയും. അല്ല, ഒരു ദിവസം അല്ല ഞാനിങ്ങനെ വൈജ പറഞ്ഞു നീ ഇങ്ങനെ ആഗ്രയിലത്തെ ചരിത്രമൊക്കെ അറിയാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ്. അതെന്താ അർത്ഥത്തിലാണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അതെന്താ അതെന്നെ പിരിച്ചുവിടാൻ പോയപ്പോൾ ആ ദേഷ്യത്തിന് പറഞ്ഞതാണ്. ദേഷ്യത്തിന് പറഞ്ഞാൽ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ അങ്ങനെ പറയാമെന്ന് പറയും. ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു. ആഗ്രയിൽ പോയി പഠിച്ച കാര്യം എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാനൊരു നമ്പർ ഇറക്കിയതെന്ന് അറിയും. പൊടി അവിടെ നിന്ന് പറഞ്ഞ് മുത്തശ്ശി നീ എൻ്റെ കൈമ കുഴമ്പിട്ട് തരണ്ടെന്ന് പറഞ്ഞ് കൈ പിടിച്ച് മാറ്റും. 2 ടൈമൊക്കെ മുത്തശ്ശി വീണ്ടും കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ മാഡം അങ്ങനെ പേടിച്ചോ? നിന്നെ അവൾ പേടിക്കണോ? നല്ല കാര്യമായി എന്നും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഉച്ചയ്ക്കിന് നമ്മുടെ ബാലചന്ദ്രൻ ചോറുണ്ണാനായിട്ട് വരുമ്പോൾ തന്നെ അലീനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടോ കറികൾ? അല്ല നിനക്ക് റെസ്റ്റ് അല്ലേ അതുകൊണ്ട് പറഞ്ഞതാ. ചോറും കറിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് കറികളൊന്നും ഇല്ല എന്ന് പറയും. അത് സാരില്ല, ചെമ്മീൻ ഇരിക്കുന്നുണ്ട്, ഉണക്ക ചെമ്മീൻ. ആ, ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ചമ്മന്തി അരച്ചാൽ മതി, വയറ് നിറച്ച് കഴിക്കാം. അമ്മ ഭക്ഷണം കഴിച്ചു എന്ന് വയ്ക്കും. ഇല്ല, കഴിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്കും ചെമ്മീൻ ചമ്മന്തി ഇഷ്ടമാണെന്ന് പറയും. അതെ, കല്ലിലൊന്നും അരയ്ക്കാൻ നിൽക്കണ്ട കേട്ടാ, മിക്സിയിൽ അരച്ചാൽ മതി എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് അലീന സന്തോഷത്തോടെ അകത്തേക്ക് പോകും. ബാലചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോവുകയാണ്. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അമ്മയുടെ ഫോണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മനെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, സൈലൻ്റ് ആയിരുന്നല്ലോ. അലീനയുടെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു എന്നൊക്കെ പറയും. ആണോ എന്ന് ചോദിക്കും. ആ, അതെ എന്ന് പറയും. അതെ, അമ്മ എന്താ ചോറുണ്ണാഞ്ഞെന്ന് ചോദിക്കും. ഇപ്പോൾ വിശപ്പൊന്നും ഇല്ല എന്ന് പറയും. അലീന വന്നതിന് ശേഷം നിനക്ക് അമ്മയ്ക്ക് സമാധാനമായില്ലേ എന്ന് പറയും. പറയാനുണ്ടാ മോനെ, അവളെക്കൊണ്ട് ഞാൻ വലിയ പണികളൊന്നും എടുപ്പിക്കില്ല, പക്ഷേ എനിക്ക് മിണ്ടാനും പറയാനൊരാളുണ്ടല്ലോ, അത് തന്നെ ആശ്വാസം എന്ന് പറയും. അത് ശരിയാ എന്നും പറയുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഫോണൊന്ന് നോക്കട്ടെ അമ്മേ, സൈലൻ്റ് ആണോ എന്ന് അറിയാനാണെന്ന് പറയും. അതെയോ, എന്നാൽ നോക്കുമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കൊടുക്കും. ഫോൺ എടുത്തിട്ട് ബാലേന്ദ്രൻ നോക്കിയപ്പോൾ റെക്കോർഡിൽ 2-3 വോയിസ് കിടക്കുന്നുണ്ട്. ബാലേന്ദ്രൻ വേഗം മുത്തശ്ശി കാണാതെ അത് ബാലേന്ദ്രൻ വാട്സപ്പിലേക്ക് അയച്ചിട്ട് ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം വെറുതെ ഒന്ന് റിങ് ചെയ്ത് നോക്കിയപ്പോൾ ബെല്ലടിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, ബെല്ലടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഊണ് കഴിക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവും. അതിനുശേഷം ബാലചന്ദ്രൻ പോയി പതുക്കനെ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ അലീന ചോറും കറികളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ ടെൻഷനോടെ അത് വാരി കഴിക്കിന്. അതിനുശേഷം ചെമ്മീൻ ചമ്മന്തി ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി സൂപ്പർ എന്ന് പറയും. നീയും അമ്മയും ഭക്ഷണമൊക്കെ കഴിച്ചോട്ടാന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകും. വാതിൽ അടച്ച് ഫോൺ എടുത്ത് വേഗം റെക്കോർഡ് ഓൺ ആക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ അലീനയുടെ സൗണ്ട് കേൾക്കണത് ഹലോ എന്ന് പറയുമ്പോൾ ഞാൻ അലീനയെന്ന് പറയും. മാറുതലയ്ക്ക് രോഹിത്തിൻ്റെ സൗണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ്റെ നെഞ്ചിങ്ങനെ ഇടിക്കിന്. നീ എന്നെ ഫോണിൽ വിളിക്കാറായോടി പുല്ലേ എന്ന് ചോദിക്കും. മര്യാദയ്ക്ക് നീ സംസാരിക്കണം. ഫോൺ കട്ട് ചെയ്യാണ്ട് ഞാൻ പറയുന്നത് മുഴുവൻ നീ കേട്ടിട്ടില്ലെങ്കിൽ നീ വിവരം അറിയും. നീ എന്ത് ചെയ്യോടി പുല്ലേ എന്ന് ചോദിക്കും. ഞാൻ നിൻ്റെ അച്ഛനെയും കൊണ്ട് നിൻ്റെ മുറിയിലേക്ക് വരും. അലീന പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യോടാ, നിനക്ക് കാണണമെന്ന് ചോദിക്കും. നിനക്കറിയാല, നീയും ഹരിശങ്കറും കൂടി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പോലീസിനോട് പറയും. നീ പോലീസിനോട് പറയടി, എനിക്കെന്താ കുഴപ്പമെന്ന് പറയും. എന്നാൽ ശരി, ആദ്യം നിൻ്റെ വീട്ടിൽ ഇവിടെ പറയാം. എല്ലാവരും കൂടെ ഊണുമേശയിലിരിക്കുമ്പോൾ നിൻ്റെ കാര്യം ആദ്യം ഇവിടെ ചർച്ച ചെയ്യട്ടെ. ഒരു തവണ പോലീസിനോട് നുണ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് മാറ്റി പറയാൻ ഒരു കുഴപ്പമില്ല എനിക്ക്. ഞാനേ അത് ചെയ്യുന്നറിയും. മര്യാദയ്ക്ക് നാളെ രാത്രി 9 മണിക്കുള്ളിൽ എൻ്റെ ഫോൺ എനിക്ക് തിരിച്ചെത്തിച്ച് തന്നിട്ടില്ലെങ്കിൽ നീ അലീന ആരെന്ന് അറിയാൻ പോകണുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നീയും ഹരിശങ്കറും കൂടി എന്നെ ചെയ്തത് എന്നുള്ളൊരു ഡയലോഗ് ബാലചന്ദ്രനെ ആകെ ഞെട്ടലുണ്ടാക്കണം. അതിനുശേഷം വീണ്ടും ബാലചന്ദ്രൻ അടുത്ത വോയിസ് കേൾക്കണം. അപ്പോഴത്തേനും ബാലചന്ദ്രൻ മാനസികമായിട്ടൊക്കെ തളർന്ന് ഇങ്ങനെ എനിക്കലും അങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കണം. പിന്നെ കേട്ടത് നമ്മുടെ രേവതിക്കുട്ടിയുടെ സൗണ്ടാണ്. ചേച്ചി പറഞ്ഞോ ബാലേന്ദ്ര സാറിനോട് എന്നറപ്പം. ഇല്ല മോളെ, ചേച്ചി എന്തിനാ കാത്തിരിക്കുന്നത്, ചേച്ചിക്ക് അത് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ എങ്ങനെ പറയണം മോളെ എന്ന് പറയും. എങ്ങനെ പറയണോ, ഇനി അവൻ്റെ തെണ്ടിത്തരങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കരുത്. ഹരിശങ്കർ അങ്ങോട്ട് വന്നിരുന്നോ? അവൻ ഇനി അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ വഴിയില്ല എന്ന് പറയും.
ആ ദ്രോഹിയോ എന്നറിയും. അവനെ ഞാൻ വിളിച്ചിരുന്നു. പക്ഷെ അവനൊരു കുറ്റബോധവും ഇല്ല. അവൻ മാറുന്നൊന്നും തോന്നണില്ല മോളെ എന്ന് പറയും. ബാലേന്ദ്ര സാർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരില്ലേ? അപ്പോൾ ചേച്ചി സംഭവിച്ച കാര്യങ്ങളൊക്കെ ബാലേന്ദ്ര സാറിനോട് പറയണം. ഇനി ചേച്ചി മറച്ചു വെക്കരുത്. മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തി ചേച്ചിനെ കൊണ്ട് കുടിപ്പിച്ചതും ചേച്ചിനെ റേപ്പ് ചെയ്യാൻ നോക്കിയതും റേപ്പ് അതിൻ്റെ ഇടയിൽ ചേച്ചി കത്രിക സ്വയം വയറ്റത്ത് കുത്തി ഇറക്കിയതാണെന്നും ഒക്കെ ചേച്ചി പറയണം. ഇനി ചേച്ചി ഒന്നും ഒളിച്ചു വെക്കരുതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ആകെ ഞെട്ടിത്തെരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആകെ വിഷമിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അലീന അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ വേസ്റ്റ് കുന്നുകൂട്ടിയിട്ടായിരിക്കുള്ളൂ. അങ്ങനെ അലീനയ്ക്ക് അത് കാണുമ്പോൾ വിഷമാവും. എന്നാലും പാത്രങ്ങളൊക്കെ കഴുകാനെടുക്കുമ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് ചേച്ചി എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ അടുക്കളയിലുണ്ട് മോളെ എന്ന് പറയും. ചേച്ചിനോട് ഡോക്ടർ പറഞ്ഞതല്ലേ പാത്രമൊന്നും കഴുകരുതെന്ന്. അത് സാരില്ല മോളെ, ഇതൊക്കെ ചെയ്യാണ്ട് എന്ത് ചെയ്യും? ചേച്ചി അങ്ങോട്ട് മാറിക്ക്, ഞാൻ ചെയ്യാമെന്ന് പറയും. മോളെ വേണ്ട, അമ്മ വന്നാൽ എന്നെയും വഴക്ക് പറയും. അത് സാരില്ല, വഴക്കൊക്കെ നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ പാത്രങ്ങൾ കഴുകാൻ നിന്നപ്പോൾ കൃഷ്ണമോളെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ അനിയത്തിനെ ചേർത്ത് പിടിച്ച് നിൽക്കണം അലീന. ആ കാഴ്ച കണ്ട് വൈജയന്തി വരുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണനെ വിളിക്കടി, നിൻ്റെ പണിയാണ് അതൊക്കെ, നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? നിനക്ക് പഠിക്കാനില്ലേ? എനിക്ക് പഠിക്കാനുണ്ട്. ഇതും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അടക്കളയിലത്തെ കാര്യങ്ങൾ എന്ന് പറയും. ഇതൊക്കെ ഇവള് ചെയ്യേണ്ട ജോലിയല്ലേ? അമ്മയ്ക്ക് എന്താ മനസ്സാക്ഷിയില്ലേ? ചേച്ചിനോട് 2 ആഴ്ച ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതേ. അമ്മ അത് ചെയ്യില്ല. അന്ന് ഞാനെങ്കിലും ചെയ്യട്ടെ എന്ന് പറയും. അമ്മമാരെ കാര്യം അന്വേഷിച്ച് പോകാൻ നോക്കാൻ പറയും. നിനക്ക് കുറച്ച് കൂടുതൽ ഉണ്ടിട്ടാ സാമർത്ഥ്യം, വായിൽ നാക്കും. അത് വേണം ഇവിടെ പിടിച്ച് നിൽക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണമോളും വിട്ടുകൊടുക്കുന്നില്ല. നീ വെറുതെ നിൽക്കണമെങ്കിൽ ഒരു ചായ എടുക്കടി എന്ന് ലീനനോട് പറയും. അപ്പോൾ ചെല്ല്, വെറുതെ നിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ കൊച്ചമ്മയ്ക്ക് കിരികിരിപ്പാണ്, മാഡത്തിന് കിരികിരിപ്പാണ്, പോയി ചായ എടുത്ത് കൊടുക്കുന്ന ലീനനോട് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കൃഷ്ണമോള്. പിന്നീട് വീണ്ടും ബാലചന്ദ്രൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ അങ്ങനെ ഷോക്കേറ്റോകെ നിൽക്കണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സിലെല്ലാം മനസ്സിലാവുന്നുണ്ട്. ബാലചന്ദ്രന് സംഭവിച്ച കാര്യങ്ങളൊക്കെ കൺമുന്നിൽ ഇങ്ങനെ വന്ന് തെളിഞ്ഞ് നിൽക്കണ്. അപ്പോൾ അലീനനെ ദ്രോഹിച്ചത് ഇവർ 2 പേരും കൂടി എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ബാലചന്ദ്രൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അലീന ഡൈനിങ് ടേബിളൊക്കെ സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വാട്ടർ സ്പ്രേ അടിച്ച് കഴിഞ്ഞിട്ട് തുടച്ച് കസേരയൊക്കെ നീറ്റാക്കി ഇടുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രന് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. അങ്ങനെ വിഷമത്തോടെ ബാലചന്ദ്രൻ നോക്കി നിൽക്കുന്നുണ്ട് അലീനനെ. അങ്ങനെ അലീനനെയും ബാലചന്ദ്രനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.